നീ നിന്റെ ജീവിതത്തിൽ പറ്റിപ്പോയ പാപം അല്ലാഹുവോട് പറയണം, പടച്ചവനെ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ പൊറുക്കുന്നവൻ നീയാ, നീ അല്ലാതെ ഈ ലോകത്ത് വേറെ ആരുമില്ലല്ലാ. പടച്ചവനെ പറ്റിപ്പോയി റബ്ബേ, സാഹചര്യം, സന്ദർഭം, ഇബ്ലീസ്, നഫ്സ് എല്ലാരും ഞങ്ങളെ കൊണ്ട് ചതിച്ചതല്ല, അല്ലാതെ അല്ലാഹ് ധിക്കാരത്തോടുകൂടി ചെയ്തതല്ല. പടച്ചവനെ നീ ഞാൻ ചെയ്യുന്നത് നീ കണ്ടാ എനിക്കൊരു ചുക്കുമില്ലാന്ന് പറഞ്ഞിട്ട് ചെയ്തതല്ല അല്ലാഹ്, വിട്ടുപോയതാ അല്ലാഹ്, നീ എനിക്ക് പുറത്തുതാ. പറയേണ്ടത് പോലെ അള്ളാഹിനോട് പറ, അല്ലാതെ നിലവിളിക്കണ്ട, വിളിച്ചു കൂവണ്ട. നമുക്കങ്ങനെയാണല്ലോ, നിലവിളിയും ബഹളവും ഉണ്ട്. നമ്മുടെ ദുആ അങ്ങനെ ചെയ്യാൻ പാടില്ല, കടന്നു വിളിച്ചു കൂവരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടെ നിന്നൊരു സ്വഹാബി ഇരുന്ന് വലിയതായിട്ട് ദുആ ചെയ്യാം, പൊട്ടിക്കരഞ്ഞിങ്ങനെ നിലവിളിച്ച് ദുആ ചെയ്യാം. അപ്പോഴാ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആ ചെറുപ്പക്കാരനോട് പോയി പറയാൻ, അവൻ വിളിക്കുന്ന റബ്ബിന് ചെവി കേൾക്കുമെന്നൊന്ന് പറയാൻ. അങ്ങനെ നാട്ടുകാർ കേൾക്കണം നമ്മുടെ ദുആ, കുടുംബസമേതം ഇരുന്നിട്ട് ദുആ ചെയ്യുന്നത് അയൽവാസി പോലും കേൾക്കണം, വിളിച്ചു പോവുക, അങ്ങനെ ആവശ്യമൊന്നുമില്ല. പറയുന്നത് ഒരു വാക്കാണെങ്കിലും അതിന് ആത്മാർത്ഥത വേണം, അതിനകത്ത് ഇഖ്ലാസ് വേണം. മണിക്കൂറുകളൊന്നും ദുആ ചെയ്യണ്ട. പറയുന്നത് ഒരു വാക്കാണെങ്കിലും അതിനകത്ത് ഇഖ്ലാസ് ഉണ്ടെങ്കിൽ അത് എന്തിനാ ഒരു അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞാൽ പോരെ? നിന്റെ ജീവിതത്തിൽ പറ്റിപ്പോയ പാപം പൊറുക്കണമെങ്കിൽ ഇഖ്ലാസോടുകൂടി ആത്മാർത്ഥമായിട്ട് ഒരു അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞാൽ മതി, നിന്റെ പാപം മുഴുവനും അല്ലാഹു പുറത്തു തരും. അല്ലാഹു